ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ് നോക്കുന്നത്. പാർട്ട് 1ലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസ് പാർട്ട് 2ലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധികാരം ജനങ്ങൾക്ക് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചും അതുപോലെ നഗരപാലിക സംവിധാനം, അതുപോലെ പഞ്ചായത്തി രാജ് സംവിധാനം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. 8ാമത്തെ ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക്. ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ സ്വപ്നം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമ സ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പരിപൂർണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളയും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾ, പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഈ ഒരു കോട്ടിങ് ഗാന്ധിജിയുടെ ഹരിജൻ എന്നുള്ള പത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമ സ്വരാജ് എങ്ങനെയാവണം എന്നുള്ള ഒരു സങ്കല്പമാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു കോട്ടിങ്ങിലൂടെ. അതായത് ഗാന്ധിജിയുടെ സങ്കല്പത്തിലുള്ള ഗ്രാമം ഇങ്ങനെ ആയിരിക്കണം. മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും, അതായത് അയൽ രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും, അതുപോലെ ഒരു ആവശ്യമുണ്ടായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പരിപൂർണ റിപ്പബ്ലിക്കാണ് ഗാന്ധിജിയുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. എന്താണ് അതിന് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്? ഓരോ ഗ്രാമത്തിനെയും ഭക്ഷ്യസ്വയ പര്യാപ്തതയിലേക്ക് എത്തിക്കുക, അതുപോലെ തുണിക്ക് ആവശ്യമായിട്ടുള്ള പരുത്തിയുടെ വിളയെ വർദ്ധിപ്പിക്കുക, കുട്ടികൾക്കും അതുപോലെ പ്രായപൂർത്തിയായവർക്കൊക്കെ വിനോദവും വിനോദശാലകളൊക്കെ നമ്മുടെ ഓരോ ഗ്രാമത്തിലും കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ ഗ്രാമസ്വരാജ് സങ്കല്പത്തിലുള്ളതായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമമായിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പം ഗ്രാമസ്വരാജ് നടപ്പാക്കണമെങ്കിൽ അതിനുള്ളൊരു മാർഗം അധികാര വികേന്ദ്രീകരണമാണ്. എന്താണ് ഈ അധികാര വികേന്ദ്രീകരണം? അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അപ്പം അധികാരം ചിലരിൽ മാത്രമായിട്ട് ഒതുങ്ങാതെ എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണ്? ജനങ്ങളിലേക്ക് നിയമപരമായിട്ടാണ് അധികാരം കൈമാറുന്നത്. ഇനി അധികാര കേന്ദ്രീകരണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പം പറഞ്ഞിട്ടുള്ളത്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പാക്കുന്നതിനുമൊക്കെയുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ. ഈ ഒരു അധികാര കേന്ദ്രീകരണത്തിൽ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അടുത്തത് അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. വികസന ആവശ്യങ്ങൾക്കും മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും
അതുപോലെ എന്താണ് ഭരണ പരിചയവും കൈവരുന്നു. പിന്നെന്താണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സവിശേഷതകൾ പറഞ്ഞിട്ടുള്ളത്? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെന്താണ് വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് പിന്നെ പെട്ടെന്നുള്ള ഏതൊക്കെ കാര്യങ്ങളിലാണ് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെന്താണ് സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും എന്താണ് നേതൃശേഷിയും ഭരണപരിചയവും എന്താണ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, അതുപോലെ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും എന്താണ് അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച, ആയത് എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. പഞ്ച എന്നുള്ളത് എന്താണ്? അഞ്ചാണ്. അതുപോലെ ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗം അഥവാ സമ്മേളനം. അപ്പോൾ പഞ്ച, ആയത് എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് എന്ത് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാവാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകിയത്. അപ്പോൾ ആരാണ്? 1882 റിപ്പൺ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിലൂടെയാണ് എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അവ പിന്നീട് എന്താണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടിയാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചത്. അടുത്തതായിട്ട് അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ നിന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ശക്തമായിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവത്തിൽ എന്താണ് ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇത് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. അപ്പോൾ ഇനി കൊടുത്തിട്ടുള്ളത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ഈ ഒരു കമ്മിറ്റിയുടെ ശുപാർശ എന്തൊക്കെയായിരുന്നു. അതുപോലെ 1978 അശോക് മേത്ത കമ്മിറ്റി ശുപാർശയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ 1957 എന്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. ഇത് മൂന്നും കൂടി ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അപ്പൊ മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കൊണ്ടുവന്ന ഒന്നാമത്തെ കാര്യമാണ്. പിന്നെന്താണ്? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. അപ്പോൾ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കായിരുന്നു, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനായിരുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് കൊണ്ടുവന്നത്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പും. അപ്പം ഗ്രാമപഞ്ചായത്തുകളിൽ എന്താണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും, ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും പരോക്ഷ തിരഞ്ഞെടുപ്പാണ് കൊണ്ടുവന്നത്. അടുത്തത് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ 1978 എന്താണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം, അതായത് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. അതായത് മറ്റേത് ത്രിതല പഞ്ചായത്ത് ആയിരുന്നു അല്ലേ, ഇത് ദ്വിതല പഞ്ചായത്ത്. അതായത് രണ്ട് കാര്യങ്ങൾ, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും കൂടി കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ടുള്ളൊരു സംവിധാനമാണ് കൊണ്ടുവന്നത്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. അപ്പോൾ ജില്ലാ പരിഷത്തിന് ജില്ലാതല ആസൂത്രണ ചുമതലയും അതുപോലെ മണ്ഡൽ പഞ്ചായത്തുകൾക്ക് എന്താണ് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും.
പിന്നെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഉണ്ട്. അതുപോലെ എന്താണ് പട്ടികജാതി പട്ടികവർഗ സംവരണവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിയിലൂടെയാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്നത്. പിന്നെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ലഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ പ്രകാരമുള്ളത്. ഇത് രണ്ടും നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടിൻ്റെ വർഷവും നോട്ട് ചെയ്യണേ. അപ്പോൾ ഗ്രാമങ്ങളിലെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റി പഠിക്കാൻ നിർദ്ദേശിച്ച 2 കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അതുപോലെ അശോക് മേത്ത കമ്മിറ്റിയും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് രാജസ്ഥാനിലാട്ടോ. എന്നാണ് 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2 എന്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. എവിടെയാണ്? രാജസ്ഥാനിലെ നാഗോർ ജില്ലയിലാണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിനെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. അപ്പോൾ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് കാലതാമസം നേരിട്ടപ്പോൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. അപ്പോൾ 1992 73, 74 ഭേദഗതികൾ നടന്നത്. അപ്പോൾ 73-ാം ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവുമാണ് നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം എങ്ങനെയായിരുന്നു? ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, അതുപോലെ പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്നു, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഈ സംവിധാനം ഇത്രയായിരുന്നു 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക സംവിധാനം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? വാർഡ് സഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം തന്നെയാണ്, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, നഗര പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, കേരളത്തിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ആയിരുന്നു നഗരപാലിക സംവിധാനവും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അപ്പോൾ ഗ്രാമങ്ങളിൽ ഗ്രാമസഭകളുടെ രൂപീകരണമാണ്. ഇപ്പം നഗരങ്ങളിലോ വാർഡ് സഭകളുടെ രൂപീകരണമാണ് പറയുന്നത്. രണ്ട് സ്ഥലത്ത് ഭരണകാലാവധി 5 വർഷം തന്നെയാണ്. അതുപോലെ തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നത്. 5 വർഷത്തിലൊരിക്കലും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. പിന്നീട് പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനവും, പിന്നെ നഗരത്തിൽ 2 തരം നഗര തദ്ദേശ സ്ഥാപനം, അതായത് നഗരപഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലുമാണ് നഗരത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നാണ് ഈ ഇതിന് പറയുന്നത്.
ഇനി ഇവിടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന എന്ന് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തി രാജ് സംവിധാനം എന്താണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും താഴെയായിട്ട് ഗ്രാമപഞ്ചായത്താണ്, അതിന് മുകളിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിലായിട്ട് ജില്ലാ പഞ്ചായത്ത്. ഇതെന്താണ്? ഓരോ അധികാര വികേന്ദ്രീകരണമാണ് പറയുന്നത്. ഇനി നഗരപാലിക സംവിധാനത്തിൽ എന്താണ്? മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും ആണ് വരുന്നത്. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അടുത്തത് ജനകീയ ആസൂത്രണം. കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അപ്പോൾ 73-74 ഭരണഘടനാ ഭേദഗതികളെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ. ഇതിനെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് എന്ത്? ജനകീയ ആസൂത്രണം. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഭാഗമായിട്ട് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു 1996 കൊണ്ടുവന്ന ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ പേര് നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു പദ്ധതിയിലൂടെ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി. ഇനി ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും അതുപോലെ ഈ ഒരു സ്ഥാപനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ പിന്നെ ഇവിടെയാണ്. അതുപോലെ സ്ഥിതി വിവരണം കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്കുള്ള ലൈസൻസ് നൽകൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അപ്പോൾ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവരണ കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകൽ. ഇതൊക്കെ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് പറയുന്നത്. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഇതൊക്കെ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അപ്പോൾ എന്താണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥയിലെ നമുക്കറിയാം ഓരോ പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നടപ്പാക്കാൻ കുറേ കാലതാമസം എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? അധികം ഫണ്ട് ലഭിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. പിന്നെന്താണ്? വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും പിന്നെ അതുപോലെ അവ നേരിടുന്ന വെല്ലുവിളികളൊക്കെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് പഠിച്ചില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായില്ലേ. അതായത് ബൽവന്ത് മേത്ത കമ്മിറ്റി, അതുപോലെ അശോക് മേത്ത കമ്മിറ്റി, പിന്നെ 1992 നിലവിൽ വന്ന 73, 74 ഭേദഗതികളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം, നഗരപാലിക സംവിധാനം, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ.
ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്